ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. വെല്ലുവിളികളെ നേരിടാൻ കാലാനുസൃതമായ സമീപനങ്ങൾ ആവശ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി ഇന്ന് ഒഡീഷ സന്ദർശിക്കും. മുൻ ഉപപ്രധാനമന്ത്രി LK അഡ്വാനിക്ക് രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്നം. അഭിനന്ദനവുമായി പ്രധാനമന്ത്രി. G20 അധ്യക്ഷത ഇന്ത്യയുടെ നയതന്ത്ര ചരിത്രത്തിലെ ശ്രദ്ധേയമായ കാലഘട്ടമാണെന്ന് കേന്ദ്ര വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. അരിവില നിയന്ത്രിക്കാൻ അടിയന്തര നടപടിയുമായി കേന്ദ്രം. അരിയുടെ സ്റ്റോക്ക് വെളിപ്പെടുത്തണമെന്ന് സർക്കാർ ഉത്തരവ്. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിൽ യുവാക്കൾക്ക് പ്രധാന പങ്കുവഹിക്കാനുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി മീനാക്ഷി ലേഖി. രണ്ടാം ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് എതിരെ മികച്ച സ്കോർ ഉറപ്പിക്കാൻ പൊരുതി ഇംഗ്ലണ്ട്. വാർത്തകൾ വിശദമായി. വെല്ലുവിളികളെ നേരിടാൻ കാലാനുസൃതമായ സമീപനങ്ങളും പരിഷ്കാരങ്ങളും ആവശ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ നടക്കുന്ന കോമൺവെൽത്ത് ലീഗൽ എഡ്യൂക്കേഷൻ അസോസിയേഷൻ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം മികച്ചതും വേഗത്തിലുള്ളതുമായ നീതി നിർവഹണം ഉറപ്പാക്കുന്നുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ നീതിയിൽ അധിഷ്ഠിതമാകണമെന്ന് പറഞ്ഞ ശ്രീ മോദി രാജ്യത്തെ നിയമവ്യവസ്ഥ നിരവധി പരിഷ്കാരങ്ങൾക്ക് വിധേയമായിട്ടുണ്ടെന്നും ചൂണ്ടിക്കാട്ടി. 21st century challenges cannot be fought with a 20th century approach. There is a need to rethink, reimagine and reform. This includes modernizing legal systems that deliver justice. This includes making our systems more flexible and adaptable. Friends, when we speak of reforms that need to be focused on making justice system more citizen-centric. മുൻ ഉപപ്രധാനമന്ത്രിയും BJP നേതാവുമായ LK അഡ്വാനിക്ക് രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്നം നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എക്സ് സാമൂഹ്യ മാധ്യമത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. ഈ കാലഘട്ടത്തിലെ ഏറ്റവും ആദരണീയനായ രാഷ്ട്രതന്ത്രജ്ഞരിൽ ഒരാളാണ് അഡ്വാനിയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ വികസനത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ വലുതാണ്. താഴെത്തട്ടിൽ പ്രവർത്തിച്ചു തുടങ്ങി രാജ്യത്തിന്റെ ഉപപ്രധാനമന്ത്രി വരെയുള്ള പദവികളിൽ രാഷ്ട്രത്തെ സേവിച്ച വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തോട് സംസാരിക്കുകയും ബഹുമതി ലഭിച്ചതിൽ അഭിനന്ദിക്കുകയും ചെയ്തതായും പ്രധാനമന്ത്രി പറഞ്ഞു. 1927 നവംബർ 8 ഇന്നത്തെ പാകിസ്ഥാനിലെ കറാച്ചിയിൽ ജനിച്ച ശ്രീ അഡ്വാനി 1980 ഭാരതീയ ജനതാ പാർട്ടിയുടെ തുടക്കം മുതൽ ഏറ്റവും കൂടുതൽ കാലം അതിന്റെ പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഏകദേശം 3 പതിറ്റാണ്ടോളം അദ്ദേഹം ശ്രീ അടൽ ബിഹാരി വാജ്പേയിയുടെ മന്ത്രിസഭയിൽ ആദ്യം ആഭ്യന്തരമന്ത്രിയായും പിന്നീട് ഉപപ്രധാനമന്ത്രിയുമായിരുന്നു. ഭാരതത്തിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതിയായ ഭാരതരത്നം ലഭിക്കുന്ന 49ാമത് വ്യക്തിയാണ് 96-കാരനായ LK അഡ്വാനി. ഒരു റിപ്പോർട്ട്. കല, സാഹിത്യം, ശാസ്ത്രം, പൊതുജന സേവനം, കായികം എന്നീ തുറകളിലെ സ്തുത്യർഹമായ സേവനം നിർവഹിച്ചവർക്കാണ് ഈ ബഹുമതി നൽകുന്നത്. S. രാധാകൃഷ്ണൻ, CV രാമൻ, C. രാജഗോപാലാചാരി എന്നിവർക്കാണ് ആദ്യമായി ഭാരതരത്നം നൽകപ്പെട്ടത്. ആലിലയുടെ ആകൃതിയിലുള്ളതാണ് പുരസ്കാരം. 1954 ജനുവരി 2 പുറത്തിറക്കിയ നിയമത്തിലെ വ്യവസ്ഥ അനുസരിച്ചായിരുന്നു ബഹുമതിക്ക് അർഹരായവരെ തിരഞ്ഞെടുത്തിരുന്നത്. 1955 മരണാനന്തര ബഹുമതിയായി ഭാരതരത്നം നൽകാവുന്ന രീതിയിൽ ഓർഡിനൻസ് ഭേദഗതി ചെയ്തത്. 12 പേർക്ക് മരണാനന്തര ബഹുമതിയായാണ് പുരസ്കാരം നൽകിയത്. മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജി, നാനാജി ദേശ്മുഖ്, ഭൂപൻ ഹസാരിക എന്നിവർക്കാണ് അവസാനമായി പുരസ്കാരം ലഭിച്ചത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഇന്ത്യയുടെ G20 അധ്യക്ഷത രാജ്യത്തിന്റെ നയതന്ത്ര ചരിത്രത്തിലെ ശ്രദ്ധേയമായ കാലഘട്ടമാണെന്ന് കേന്ദ്ര വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ഡൽഹിയിൽ നടന്ന ഇന്ത്യയും G20യുടെ ഭാവിയും എന്ന പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ G20 അധ്യക്ഷത ആഗോള സൌത്തിന് വേണ്ടി നിലകൊള്ളുന്നുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അരിവില നിയന്ത്രിക്കാൻ അടിയന്തര നടപടിയുമായി കേന്ദ്ര സർക്കാർ. വ്യാപാരികൾ, മൊത്തക്കച്ചവടക്കാർ, ചില്ലറ വ്യാപാരികൾ, ബിഗ് ചെയിൻ റീറ്റെയിലർമാർ, ഉൽപാദകർ എന്നിവർ സംഭരിക്കുന്ന അരിയുടെ കണക്ക് വെളിപ്പെടുത്തണമെന്ന് സർക്കാർ ഉത്തരവിറക്കി. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ മേൽനോട്ടത്തിൽ ഇക്കാര്യം പരിശോധിക്കുമെന്ന് വകുപ്പ് സെക്രട്ടറി സഞ്ജീവ് ചോപ്ര അറിയിച്ചു. അരി പൂഴ്ത്തിവെക്കുന്ന സ്ഥാപനങ്ങൾക്ക് സർക്കാർ നൽകിയ മുന്നറിയിപ്പാണ് ഇതെന്നും അദ്ദേഹം പറഞ്ഞു. കിലോഗ്രാമിന് 29 രൂപ വിലയുള്ള ഭാരത് അരി അടുത്തയാഴ്ച പുറത്തിറക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഇന്നും നാളെയുമായി ഒഡീഷയും അസമും സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. ഇന്ന് ഒഡീഷയിലെ സാമ്പൽപൂരിൽ 68,000 കോടി രൂപയുടെ വികസന പദ്ധതികളുടെ തറക്കല്ലിടലും ഉദ്ഘാടനവും നിർവഹിക്കും. ഒഡീഷയിലെ ഊർജ്ജോൽപാദന മേഖലയിൽ നിർണായകമായ നിരവധി പദ്ധതികൾക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തുടക്കം കുറിക്കുന്നത്.
ഓസ്ട്രേലിയൻ ഓപ്പൺ 2024 കിരീട ജേതാവ് രോഹൻ ബൊപ്പണ്ണയുടെ നേട്ടങ്ങൾ രാജ്യത്തിന് അഭിമാനകരമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രോഹൻ ബൊപ്പണ്ണയുടെ ഭാവി പ്രവർത്തനങ്ങൾക്ക് ആശംസകൾ നേർന്ന പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ സമർപ്പണം നിരവധി ആളുകളെ പ്രചോദിപ്പിക്കുന്നുവെന്നും എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചു. ടെന്നീസ് താരം രോഹൻ ബൊപ്പണ്ണ ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രിയെ സന്ദർശിക്കുകയും ഓസ്ട്രേലിയൻ ഓപ്പൺ 2024 ഫൈനൽ മത്സരത്തിൽ ഉപയോഗിച്ച റാക്കറ്റ് സമ്മാനിക്കുകയും ചെയ്തിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. 2047 വികസിത് ഭാരത് ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ യുവാക്കൾക്ക് പ്രധാന പങ്കുവഹിക്കാനുണ്ടെന്ന് കേന്ദ്ര വിദേശകാര്യ സാംസ്കാരിക വകുപ്പ് സഹമന്ത്രി മീനാക്ഷി ലേഖി പറഞ്ഞു. യുവജന ദിനാഘോഷ പരിപാടിയുടെ ഭാഗമായുള്ള അവീക് യൂത്ത് ഫോർ നേഷൻ യുവസംഗമം കോഴിക്കോട് തളി ജൂബിലി ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. നിരവധി പദ്ധതികൾ യുവാക്കളുടെയും സ്ത്രീകളുടെയും ക്ഷേമത്തിനായി നടപ്പാക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. വയനാട് മാനന്തവാടിയിൽ മയക്കുവെടിവെച്ച് പിടികൂടിയ കാട്ടാന തണ്ണീർ കൊമ്പൻ ചെരിഞ്ഞു. കർണാടക വനം വകുപ്പിന് കൈമാറിയ ശേഷം ആന ഇന്ന് പുലർച്ചെയോടെയാണ് ചെരിഞ്ഞത്. വെള്ളിയാഴ്ച പകൽ മുഴുവൻ മാനന്തവാടിയെ ആശങ്കയിലാഴ്ത്തിയ തണ്ണീർക്കൊമ്പനെ രാത്രിയോടെ മയക്കുവെടിവെച്ച് പിടികൂടി ബന്ദിപ്പൂരിലേക്ക് മാറ്റുകയായിരുന്നു. ആന ചെരിയാനുണ്ടായ കാരണം സംബന്ധിച്ച് വ്യക്തതയുണ്ടായിട്ടില്ല. കേരളത്തിൽ നിർമ്മാണം പൂർത്തിയായ 35 സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ ഉദ്ഘാടനം മന്ത്രി കെ രാജൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. വയനാട്, മലപ്പുറം, കോട്ടയം, പത്തനംതിട്ട ഒഴികെയുള്ള 10 ജില്ലകളിലെ വിവിധ നിയോജക മണ്ഡലങ്ങളിലായി നടന്ന ചടങ്ങിൽ MLA-മാരും പങ്കെടുത്തു. കോഴിക്കോട് കാപ്പാട് ബീച്ചിന് ബ്ലൂ ഫ്ളാഗ് സർട്ടിഫിക്കേഷൻ വീണ്ടും ലഭിച്ചു. കാപ്പാടിന്റെ പരിസ്ഥിതി സൌഹൃദ സമീപനം, സൌരോർജ്ജത്തിന്റെ വിനിയോഗം, കാര്യക്ഷമമായ മാലിന്യ സംസ്കരണ രീതികൾ, പ്രാദേശിക ജൈവ വൈവിധ്യ സംരക്ഷണം തുടങ്ങിയ വിവിധ സംരംഭങ്ങൾ കണക്കിലെടുത്താണ് കാപ്പാട് ഇത്തവണയും ബ്ലൂ ഫ്ളാഗ് പട്ടികയിൽ ഇടംപെട്ടത്. ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങളിലൊന്ന് എന്ന കാപ്പാടിന്റെ പദവിയെയാണ് ബ്ലൂ ഫ്ളാഗ് അംഗീകാരം സൂചിപ്പിക്കുന്നത്. രാജ്യത്തുടനീളം BJP വിദ്വേഷം പരത്തുകയും അക്രമം അഴിച്ചുവിടുകയുമാണെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. ഝാർഖണ്ഡിലെ സർക്കന്ത ചൌക്കിൽ ഭാരത് ജോഡോ ന്യായയാത്രയ്ക്ക് നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്വേഷത്തിനും അക്രമത്തിനുമെതിരെയാണ് യാത്രയെന്നും ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞു. യാത്ര ഇന്നലെയാണ് ഝാർഖണ്ഡിൽ പ്രവേശിച്ചത്. ഇന്ന് ഖിർദാന, ദിയോഘർ എന്നിവിടങ്ങളിൽ എത്തിച്ചേരും. BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര തിരുവനന്തപുരം ജില്ലയിൽ പ്രവേശിച്ചു. വൈകുന്നേരം ആറ്റിങ്ങലിൽ നടക്കുന്ന പൊതുയോഗം പ്രകാശ് ജാവേദ്കർ MP ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സഹമന്ത്രി V മുരളീധരൻ പരിപാടിയിൽ പങ്കെടുക്കും. യാത്ര ബുക്ക് ചെയ്ത തെരഞ്ഞെടുത്ത ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് മുൻകൂർ അംഗീകാരമുള്ള വിസ ഓൺ അറൈവൽ സൌകര്യം ഒരുക്കാൻ ദുബായ് ആസ്ഥാനമുള്ള എമിറേറ്റ്സ് എയർലൈൻ VFS ഗ്ലോബലുമായി സഹകരിച്ച് തയ്യാറെടുക്കുന്നു. സമൂഹ മാധ്യമമായ എക്സിലാണ് എയർലൈൻ അധികൃതർ ഇക്കാര്യം വ്യക്തമാക്കിയത്. US ഗ്രീൻ കാർഡ്, US, EU അല്ലെങ്കിൽ UK എന്നിവിടങ്ങളിൽ താമസമാക്കിയിട്ടുള്ള 6 മാസത്തെ വിസയുള്ള ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്കാണ് ഈ സൌകര്യം ലഭ്യമാകുന്നത്. കിഴക്കൻ സിറിയയിൽ അമേരിക്ക നടത്തിയ വ്യോമാക്രമണത്തിൽ ഇറാൻ പിന്തുണയ്ക്കുന്ന ഭീകര സംഘടനകളിലെ 13 പേർ കൊല്ലപ്പെട്ടു. സിറിയയുടെയും ഇറാഖിന്റെയും അതിർത്തിക്ക് സമീപത്തുള്ള ഭീകര കേന്ദ്രങ്ങളിലായിരുന്നു ആക്രമണം. 17 കേന്ദ്രങ്ങൾ ആക്രമണത്തിൽ നശിപ്പിച്ചതായി സിറിയയിലെ മനുഷ്യാവകാശ സംഘടന അറിയിച്ചു. പടിഞ്ഞാറൻ തരംഗങ്ങളുടെ സ്വാധീനത്തെ തുടർന്ന് ജമ്മു കാശ്മീരിലെയും ഹിമാചൽ പ്രദേശിലെയും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്ത മഴയ്ക്കും മഞ്ഞുവീഴ്ചയ്ക്കും സാധ്യതയുണ്ടെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പഞ്ചാബ്, ഹരിയാന, ചണ്ഡീഗഡ്, ഡൽഹി, ബീഹാർ, മധ്യപ്രദേശ്, ഝാർഖണ്ഡ്, ഒഡീഷ എന്നിവിടങ്ങളിൽ മൂടൽമഞ്ഞ് അനുഭവപ്പെടുന്നുണ്ട്. മോശം കാലാവസ്ഥ കാരണം ഡൽഹിയിലേക്കുള്ള 17ഓളം ട്രെയിനുകൾ വൈകുന്നതായും റെയിൽവേ മന്ത്രാലയം അറിയിച്ചു. ഇംഗ്ലണ്ടിനെതിരായ 2ാം ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യ 112 ഓവറിൽ 396 റൺസ് നേടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലണ്ട് 1 വിക്കറ്റ് നഷ്ടത്തിൽ 66 റൺസ് എന്ന നിലയിലാണ്. ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. വെല്ലുവിളികളെ നേരിടാൻ കാലാനുസൃതമായ സമീപനങ്ങൾ ആവശ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി ഇന്ന് ഒഡീഷ സന്ദർശിക്കും. മുൻ ഉപപ്രധാനമന്ത്രി LK അഡ്വാനിക്ക് രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്നം. അഭിനന്ദനവുമായി പ്രധാനമന്ത്രി. G20 അധ്യക്ഷത ഇന്ത്യയുടെ നയതന്ത്ര ചരിത്രത്തിലെ ശ്രദ്ധേയമായ കാലഘട്ടമാണെന്ന് കേന്ദ്ര വിദേശകാര്യമന്ത്രി S ജയശങ്കർ. അരിവില നിയന്ത്രിക്കാൻ അടിയന്തര നടപടിയുമായി കേന്ദ്രം. അരിയുടെ സ്റ്റോക്ക് വെളിപ്പെടുത്തണമെന്ന് സർക്കാർ ഉത്തരവ്. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിൽ യുവാക്കൾക്ക് പ്രധാന പങ്കുവഹിക്കാനുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി മീനാക്ഷി ലേഖി. 2ാം ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യക്കെതിരെ മികച്ച സ്കോർ ഉറപ്പിക്കാൻ പൊരുതി ഇംഗ്ലണ്ട്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.